ഒരിക്കൽ കൂടി മനോരമ ഹോർത്തൂസ് വേദിയിലേക്ക് സ്വാഗതം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുദേവന്റെ മണ്ണിലാണ് നമ്മൾ ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ജാതി നമുക്കറിയാം, എത്രയൊക്കെ നമ്മൾ ജാതി പറയരുത് എന്ന് പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ജാതി തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചയും ജാതി സെൻസസ് ആണ്. രാജ്യത്ത് സർക്കാരിൻ്റെ നയരൂപീകരണം സുതാര്യമാകണമെങ്കിൽ, നിഷ്പക്ഷമാകണമെങ്കിൽ ജാതി സെൻസസ് നടത്തി യഥാർത്ഥ ജാതി കണക്കുകൾ പുറത്തു വരണമെന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. എന്നാൽ തൽക്കാലം ജാതി സെൻസസ് നടത്തേണ്ടതില്ല എന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിവായിട്ടുള്ളത്. അപ്പോൾ ജാതി സെൻസസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര പ്രസക്തമാണ് എന്നാണ് നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM പ്രതിനിധി ശ്രീ MV നികേഷ് കുമാർ. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതനാണ്. ശ്രീ KS ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ്, മുൻ MLA. ശ്രീ ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ. അപ്പോൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ നികേഷ് കുമാറിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ ജാതി സെൻസസ് എന്നതാണ് ഇന്ത്യ സഖ്യം എന്ന നിലയിലും ഉന്നയിക്കുന്നത്, ഭരണകക്ഷിയിൽ നിന്ന് JDU അടക്കമുള്ള കക്ഷികൾ. എന്തുകൊണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കാൻ ഇന്ത്യയിൽ ജാതി സെൻസസ് അനിവാര്യമാണ്? നിഷ, വളരെ കാലികമായിട്ടുള്ളൊരു ചോദ്യമാണത്. ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കൂ, ഞാൻ വളരെ വേഗത്തിൽ ആ വിഷയത്തിലേക്ക് കടന്നാൽ, ഓക്സ്ഫോർഡിൽ ശശി തരൂർ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിഹിതം 24%. പിന്നീട് 200 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ കളമൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളത് 3% മാറി. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു വ്യാവസായികവൽക്കരണത്തിന് ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. നമ്മുടെ ഒരു ഡീഇൻഡസ്ട്രിയലൈസേഷൻ അത് കാരണമായി എന്ന് പറയുന്നു. നോക്കൂ, സമാനമായ വിധത്തിൽ RSSൻ്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് അടക്കം പറയുന്നത് 3000 വർഷം നമ്മൾ അടിമകളാക്കി വെച്ചു ഒരു വിഭാഗത്തെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിഭാഗങ്ങളെ. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 3000 വർഷക്കാലം കൊണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ വിഭാഗത്തെ ഏതോ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ ജാതി സെൻസസ് ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജാതി സെൻസസ് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശാലമായ രൂപത്തിലേക്ക് നമ്മൾ പോയാൽ, ഇപ്പോൾ നമുക്ക് ശുദ്ധജലം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ശുദ്ധവായു ലഭിക്കുന്നുണ്ടോ, പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ, ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജാതി സെൻസസിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ വരിക. അടിസ്ഥാന വർഗത്തെ വിലയിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ, ഈ കഴിഞ്ഞ നേരത്തെ ശശി തരൂരിലേക്ക് തന്നെ തിരികെ പോവാണ്. അദ്ദേഹം പറയുന്നത് ബ്രിട്ടൻ ഇന്ത്യക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു ആശയമാണ് ഓക്സ്ഫോർഡ് പ്രസംഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റി അദ്ദേഹം നിശ്ചയിക്കുന്നില്ല, ചിലപ്പോൾ ഒരു കുതിരപ്പവനായിരിക്കാം. എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സമൂഹം ബാധ്യതപ്പെട്ടിരിക്കുന്നു അടിസ്ഥാന വർഗങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള പഠനങ്ങളിലൂടെ, അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത രീതിയിലുള്ള എല്ലാ പഠനങ്ങളിലൂടെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ കേരള സർക്കാർ ഉദാഹരണത്തിന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുകയാണ് 2025 നവംബർ മാസത്തോടുകൂടി. സമാനമായ വിധത്തിൽ എല്ലാ പഠനങ്ങൾക്കും ശേഷം ഈ വിഭാഗങ്ങളിൽ ശതാബ്ദങ്ങളായി ഉണ്ടായിട്ടുള്ള അവരുടെ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാജ്യം ഒരുങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ, ഇന്ത്യ ബ്ലോക്ക് ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷമായിക്കൊള്ളട്ടെ, ജാതി സെൻസസ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ തുടർച്ചയായിട്ടുള്ള 1952 മുതലുള്ള തീരുമാനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിലായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് വിപുലമായ മാനങ്ങൾ വേണമെന്നാണ് എനിക്ക് പ്രാഥമികമായി പറഞ്ഞു വെക്കാൻ. ശബരിനാഥൻ, 1931 ജാതി കണക്കാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. 6 ദശാബ്ദം ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ പോലും ജാതി സെൻസസ് നടത്താൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ താങ്കളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇതെൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഇതിനായി പോരാടും എന്ന് പറയുന്നു. രാഷ്ട്രീയമല്ലേ? ആദ്യമേ തന്നെ നിഷ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ആ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പണ്ട് മുതൽക്കേ തന്നെ ഇപ്പോൾ കൂടുതൽ ശക്തമായി ജാതി സെൻസസിന് വേണ്ടി നമ്മൾ വാദിക്കുന്നത്. ആദ്യമേ തന്നെ 1931 ശേഷം ജാതി അടിസ്ഥാനമായിട്ടുള്ള കണക്കുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഹാഫ് ട്രൂത്താണ്. ജാതി സെൻസസ് എന്ന രീതി നടത്തിയിട്ടില്ലെങ്കിലും
അതിനുശേഷം തന്നെ സോഷ്യോ ഇക്കണോമിക് സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഉപയോഗിച്ചൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിഷ പറഞ്ഞതുപോലെ തന്നെ അതിനൊരു കോംപ്രഹെൻസീവായിട്ടൊരു കാസ്റ്റ് സെൻസസ് എന്ന രീതിയിലേക്ക് നടത്തിയിട്ടില്ല. പല തവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്ന 2008 അത്തരത്തിലൊരു ശ്രമം UPAയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് BJP അടക്കമുള്ള MP മാരെ നടത്തുവാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്ന 2011 അന്ന് ശ്രീ ചിദംബരമൊക്കെയുള്ള സമയത്ത് ഏകദേശം 14,000 കോടി രൂപ ചിലവാക്കി നടത്തിയിട്ടുള്ള ഈ ഒരു SCCസിലെ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതന്ന് UPA സർക്കാർ അത് പബ്ലിഷ് ചെയ്തില്ല. പിന്നീട് വന്നിട്ടുള്ള NDA സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു പൊളിറ്റിക്സ് അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഒന്ന്, നിങ്ങൾ ഇന്ത്യയുടെ കഴിഞ്ഞൊരു 75 വർഷമായി 80 വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കടക്കുകയാണ്. ഈ കഴിഞ്ഞ 80 വർഷം കൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായതിനു ശേഷം ഈ നേരത്തെ ശ്രീ നികേഷ് കുമാർ പറഞ്ഞ പോലത്തെയുള്ള സോഷ്യൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടോ എന്നുള്ളത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് ഇന്ത്യ സ്റ്റേറ്റ് തലത്തിലുള്ള പോപ്പുലേഷൻ അറിയാം, അല്ലെങ്കിൽ ഇൻഡൈസസ് അറിയാം, അതിനുശേഷം നമുക്ക് ജില്ലാ തലത്തിൽ അറിയാം, താലൂക്ക് തലത്തിൽ അറിയാം, നമുക്ക് മതാടിസ്ഥാനത്തിലറിയാം, SC അറിയാം, ST അറിയാം. പക്ഷെ അതിനെ താഴെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ജാതിയുടെ ഉപജാതികൾ, സബ് കാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് ഈ തരത്തിലുള്ള ഗവൺമെൻറ് സ്കീമുകൾ മുന്നോട്ടെത്തിക്കുവാനുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പണ്ട് കാലത്തേക്കാളും കൂടുതൽ വലിയൊരു അസമത്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1% ആളുകൾ 40% സ്വത്ത് അവരുടെ കയ്യിലാണ്, താഴെയുള്ള 50% ആളുകളുടെ കയ്യിലാണ് 3% സ്വത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ, ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകണമെങ്കിൽ, കൂടുതൽ സർക്കാർ സ്കീമുകൾ എത്തണമെങ്കിൽ ഒക്കെ നമുക്ക് ജാതി സെൻസസ് നടത്തിയ ഒരു കോംപ്രഹെൻസീവ് പിക്ചർ. ഇതിൽ പല ആളുകളും പറയുന്നൊരു വാദമുണ്ട്, ഇത് നടത്തിയാൽ, ജാതി സെൻസസ് നടത്തിയാൽ ജാതി ചിന്തകൾ കൂടും എന്നുള്ളത് തെറ്റായിട്ടുള്ള വാദമാണ്. ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഇന്ത്യയുടെ എക്സ്റേ ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു എക്സ്റേ നടത്തുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തുകയാണ്, ആ ബ്ലഡ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കൊരു അപ്രിയ സത്യമാണെങ്കിലും ആ അപ്രിയ സത്യം പരിഹരിക്കുവാനുള്ള നടപടികൾ നമ്മൾ ചെയ്യണം. ആ അപ്രിയ സത്യങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികളുടെ ഒരു തുടക്കവും ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുവാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റ് സെൻസസ് എന്നുള്ള ആശയമായിട്ട് പറയുന്നത്. അത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെ നമ്മുടെ സർക്കാരുകൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ ഈ അടുത്ത അതിൻ്റെ ഇനിഷ്യൽ കാര്യങ്ങൾ കഴിഞ്ഞു, ഒക്ടോബർ നടക്കുന്ന സമ്മേളനത്തിൽ അത് ടേബിൾ ചെയ്യുമെന്നാണ് പറയുന്നത്. തെലങ്കാന, അതിലേക്ക് ഞാൻ വരാം, നിങ്ങളുടെ സർക്കാരുകൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലേക്ക് വരാം. ശ്രീജിത്ത് പണിക്കർ, നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ കാലത്ത് ഇത് എത്രത്തോളം പൊള്ളുന്നതാണ് എന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ മണ്ഡൽ കമണ്ഡൽ എന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ വേർതിരിച്ചിട്ടുണ്ട് ജാതി. ഇപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത് രാഷ്ട്രീയമാണോ? എന്തുകൊണ്ടായിരിക്കും NDA സർക്കാരിന് ജാതി സെൻസസ് നടത്താൻ താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ ധൈര്യമില്ലാത്തത്? എല്ലാവർക്കും നമസ്കാരം. ജാതി സെൻസസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് നടപ്പാക്കാനായിട്ട് വാദിക്കുന്ന ആൾക്കാർക്കും നടപ്പാക്കണ്ട എന്ന് വാദിക്കുന്ന ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ജാതി സെൻസസ് നടത്തിയതിന് ശേഷം ആ കിട്ടുന്ന ഡേറ്റ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും വലിയ ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ജാതി സെൻസസ് നമ്മളുടെ ജനറൽ സെൻസസിൻ്റെ ഭാഗമായിട്ട് എടുക്കണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഒരു തെറ്റുമില്ല. മതത്തിൻ്റെ കണക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, ജാതിയുടെയും കണക്കാകാം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഏത് രീതിയിലുള്ള ഒരു സോഷ്യൽ കോമ്പസിഷനാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നത് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിന് ഒരു പടി കടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങൾ ആൾക്കാർക്ക് ജാതി അനുസരിച്ചുള്ള എന്യൂമറേഷൻ്റെ ഭാഗമായിട്ടാണോ വിതരണം ചെയ്യാൻ പോകുന്നത് എന്നിടത്ത് ഞാനൊരു പ്രശ്നം കാണുന്നുണ്ട്. കാരണം അങ്ങനെ പലപ്പോഴും സംഭവിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നാക്കാവസ്ഥയാണ് മൊത്തത്തിലൊരു സാമൂഹ്യ പിന്നാക്കാവസ്ഥ എന്ന പേരിൽ, ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നെസ് എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് അതിൽ പിന്നിലേക്ക് പോയിരിക്കുന്ന വിഭാഗത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാനും മുഖ്യധാരയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ജാതിയെ ഏതെങ്കിലും രീതിയിൽ വിവേചനം ചെയ്യുന്നതിനുള്ള ഒരു ടൂളാക്കി മാറ്റാൻ നമ്മുടെ ഭരണഘടന നമ്മളെ അനുവദിക്കുന്നില്ല. എന്നുവെച്ചാൽ ജാതി സെൻസസ് നടത്തിയതിന് ശേഷം നമ്മുടെ വിഭവങ്ങൾ, അത് നമ്മുടെ വിദ്യാഭ്യാസ അവസരങ്ങളാകാം, തൊഴിലാകാം, അതിലുള്ള പ്രൊമോഷൻസ് ആകാം, അങ്ങനെ ഏത് കാര്യവും ജാതിയുടെ കണക്കിൻ്റെ ആനുപാതികമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയാൽ അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന കുറേയധികം അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ
പല കാര്യങ്ങളിലും എന്നതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജാതീയമായിട്ടുള്ള വിവേചനം പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതുണ്ട്. പക്ഷേ ഈ സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഇല്ലാത്ത ആൾക്കാരെയും കൂടി നമ്മൾ കാസ്റ്റ് എന്യൂമറേറ്റ് ചെയ്തതിന് ശേഷം വിഭവങ്ങളെ അവർക്കും ആനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് എങ്കിൽ നമ്മൾ മെറിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മളത് ഈ ബീച്ചിൽ നിന്നിട്ട് ആ കടലിലേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഒരു രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഈ രണ്ടാൾക്കാരും പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. ശരിയാണ്, ആ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനായി നമ്മുടെ ഭരണഘടനാ ശില്പികൾ തൊട്ട് ഇങ്ങോട്ട് ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല. 1961 ജവഹർലാൽ നെഹ്റു എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരുന്ന ഒരു കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സംവരണം പാടില്ല, അത് രാജ്യ പുരോഗതിക്ക് വിഘാതമാണ്. ഇതേ കാര്യം തന്നെ പിന്നീട് ഇന്ദിരാഗാന്ധി ആവർത്തിച്ചു. ഏറ്റവും അവസാനം ഒരു പക്ഷേ ഇന്നും പറഞ്ഞാൽ കോൺട്രവേഴ്സ്യൽ ആകുന്ന രീതിയിലത്തേക്ക് വിഡ്ഢികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല നമുക്ക് സംവരണം വേണ്ടത് എന്ന രീതിയിൽ പോലും രാജീവ് ഗാന്ധി അടക്കമുള്ള ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നതെന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാണ്. ഇതിനെ വേണമെന്ന് പറയുന്നതും വേണ്ട എന്ന് പറയുന്നതും ഒരേപോലെ സംഘപരിവാർ ശക്തികളുടേതാണെങ്കിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടേതാണെങ്കിലും പ്രകടമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. നിലവിൽ നമ്മുടെ സമൂഹത്തിൽ ജാതി സെൻസസ് എന്നൊരു ടേമിനപ്പുറത്തേക്ക് അതിനുശേഷം എന്ത് എന്നതിനെപ്പറ്റി കോൺക്രീറ്റ് ആയിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ പ്രസ്താവനയുണ്ട്, അവരുടെ വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിൽ അവർ പറയുന്നത് എന്താണ്? കാസ്റ്റ് സെൻസസിന് CPM അനുകൂലിക്കുന്നു, അതിനപ്പുറത്തേക്ക് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഞാൻ പറയുന്ന ബേസിക് പോയിന്റ് എന്ന് വെച്ചാൽ അതിനെ ഏത് രീതിയിലത്തേക്കാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും അത് ഒരിക്കലും മെറിറ്റോക്രസിക്ക് വിരുദ്ധമാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. രാഷ്ട്രീയമായിട്ടുണ്ടാക്കുന്ന കൺഫ്യൂഷൻസ് അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വളരെയധികം ആനുകൂല്യം ചെയ്തിട്ടുണ്ട്. കാരണം ദളിത് വിഭാഗമുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം BJPക്ക് NDA മുന്നണിക്കുണ്ടായിരുന്ന ഗ്രിപ്പ് നഷ്ടപ്പെടുത്താൻ അത് സഹായകമായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്ത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നികേഷ് കുമാർ, ഇപ്പോൾ ജാതി സെൻസസിന് അനുകൂലമാണ് എന്നുള്ളതാണ് പൊതുവെ CPM ദേശീയ തലത്തിലടക്കം സ്വീകരിച്ചിട്ടുള്ള സമീപനം. പക്ഷേ പ്രായോഗിക തലത്തിൽ നിന്ന് നോക്കിയാൽ കേരളത്തിൽ ജാതി സർവേ അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്താൻ CPM ധൈര്യപ്പെടുമോ? ഉദാഹരണത്തിന് ഇപ്പോൾ OBC വിഭാഗത്തിൻ്റെ യഥാർത്ഥ കണക്ക് കേരളത്തിൽ പുറത്തു വരുന്നു. ജനസംഖ്യ ആനുപാതികമായി സ്ഥാനമാനങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ എല്ലാം ഉറപ്പാക്കണം എന്ന് വന്നാൽ അത് CPM അതിന് ധൈര്യപ്പെടുമോ പാർട്ടി? നോക്കൂ നിഷ, ചരിത്രപരമായി നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ കേരള വികസനത്തിലെ പങ്കാളിത്തം പരിശോധിച്ചാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പോലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിഷ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള OBCയുടെ റെപ്രസെൻറ്റേഷൻ സംബന്ധിച്ച് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഇനി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജാതി സെൻസസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ രണ്ടാം സർക്കാർ പ്രഖ്യാപനമാക്കി മാറ്റാത്തത് എന്നുള്ള ചോദ്യത്തിന് നിയമസഭയിൽ തന്നെ സംസ്ഥാന സർക്കാർ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ കോൺസെൻസസ് അതിലുണ്ടാക്കാതെ ജാതി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. ജാതി സെൻസസും ആ നിലയിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതേക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? വിവിധ ജാതി വിഭാഗങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ SNDP യോഗം തന്നെ രാഹുൽ ഗാന്ധി ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയം പ്രത്യേകിച്ച് നിതീഷ് കുമാർ ബീഹാറിൽ ഉയർത്തിയതിന് ശേഷം ഉയർത്തിക്കൊണ്ടുവന്നതിന് വന്നപ്പോൾ SNDP യോഗം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ SNDP യോഗത്തിന് ആ നിലപാടുണ്ട്. പിന്നീട് SNDP യോഗം ജാതി സെൻസസ് വേണമെന്നുള്ള നിലപാടിലേക്ക് വന്നു എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അക്കാര്യത്തിലൊരു സമവായമുണ്ടാകാതെ പ്രത്യേകിച്ച് ജാതിയിലും ജാതി ഘടകങ്ങളിലും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളിലും പ്രധാന പ്രതിപക്ഷ പാർട്ടികളിലും ഒക്കെ തന്നെയും ഇപ്പോൾ കോൺഗ്രസ് അതേക്കുറിച്ച് മൗനമാണ് അവലംബിക്കുന്നത്, ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്. അതേസമയം UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ജാതി സെൻസസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ആ നിലയിലൊരു ഒരു സമവായമില്ലാതെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കുക, അതിലൂടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം എന്താ? അവിടെയാണ് എൻ്റെ സംശയം. കാലാകാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ ജാതി സെൻസസ് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമല്ല എന്നുള്ളതാണ്. ശ്രീജിത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ വിംസ് ആൻഡ് ഫാൻസീസിൽ ഉണ്ടാകേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആ നിലയിലുള്ള ഒരു ഭേദഗതിയാണ് നമുക്ക് ആവശ്യം.
ഇപ്പോൾ ശരിയാണ്, ജവഹർലാൽ നെഹ്റു സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് SC/ST മാത്രം ജാതി സംവരണം മതി എന്നുള്ളതാണ്. OBC കാര്യത്തിനകത്ത് നിലപാടെടുത്തിട്ടില്ല. അവിടെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. അവിടെയാണ് 50% OBC എന്ന നിലപാടിലേക്ക് വരുന്നത്. അതും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 80, 85, 90 എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്കൊരു ഭരണഘടനാ ഭേദഗതിയാണ് ആവശ്യം. ജാതി സെൻസസ് സാധാരണഗതിയിലുള്ള ഒരു എന്യൂമറേഷൻ്റെ ഭാഗമാക്കണമെന്ന്. അങ്ങനെ ആക്കുകയാണെങ്കിൽ, അതാണ് എൻ്റെ തുടക്കത്തിലുള്ള വാദം. നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് വെറും ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ നേടുന്നതിനോ ഉള്ള കാരണം മാത്രമാകരുത്. അവൻ്റെ ശുദ്ധവായു, ശുദ്ധജലം മുതൽ അവന് ഇത് ഞാൻ ശബരി, അതാണ് നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളെല്ലാം ആശയപരമായി ഇതിൻ്റെ വലിയ തലങ്ങളെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ ഇത് പ്രയോഗത്തിൽ വരുത്താനുള്ള ധൈര്യം ഏത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്? ഇപ്പോൾ ശബരിനാഥൻ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ധൈര്യം കർണാടകയിലോ തെലങ്കാനയിലോ അടക്കം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം രാജ്യമൊട്ടാകെ ജാതി സെൻസസ് എൻ്റെ ജീവിത ലക്ഷ്യമാണ് എന്ന് പ്രസംഗിക്കുന്നത്? നിഷ, അത് ഞാൻ പറഞ്ഞല്ലോ, കർണാടകത്തിലെ വിഷയം ഒക്ടോബർ ഈ മാസം കഴിഞ്ഞ് പുതിയ സഭാ സമ്മേളനം ഇലക്ഷൻസ് കഴിഞ്ഞ് നടക്കുന്നുണ്ട്. ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്യപ്പെടും. അതിൻ്റെ റിപ്പോർട്ട് വരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പറയുന്നതും എൻ്റെ അഭിപ്രായവും അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ എവിടെയാണ് എത്താൻ ശ്രമിക്കുന്നത് അതേക്കുള്ള കറക്റ്റായിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും ലഭിക്കുവാനുള്ള ഒരു ഇനിഷ്യൽ മൈൽ സ്റ്റോൺ മാത്രമാണ് ജാതി സെൻസസ്. ഇനി എനിക്ക് ശ്രീജിത്ത് പറഞ്ഞൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ റിസർവേഷൻ ഈസ് കില്ലിങ് മെറിറ്റ് എന്നുള്ള വാദം അതൊരു ശരിയായിട്ടുള്ള ഒരു വാദമല്ല. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിൽ പല വിഭാഗത്തിലും പല തലത്തിലുമുള്ള ഇപ്പോൾ നമ്മൾ ജാതി നോക്കുകയാണെങ്കിൽ നമ്മൾ ദളിത് സമൂഹങ്ങളിൽ പല ഉപവിഭാഗങ്ങളുണ്ട്. നമ്മൾ ആദിവാസി സമൂഹത്തിൽ പോകുകയിൽ പല ഉപവിഭാഗങ്ങളുണ്ട്. ചില ആളുകൾ, ചില സബ് വിഭാഗങ്ങൾ ഒരല്പം കൂടി സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഇവോൾവ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു കണക്കെടുക്കുമ്പോൾ ഈ ഉപവിഭാഗങ്ങളിനകത്ത് ആർക്കും മെച്ചമുണ്ടായിട്ടുണ്ട്, ആർക്കും മെച്ചമുണ്ടായിട്ടില്ല. മെച്ചമുണ്ടായിട്ടില്ലാത്ത ആളുകൾ, വിദ്യാഭ്യാസം കുറവുള്ള, ഒരുപക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആദിവാസി മേഖലയിലെ ആളുകൾക്ക് ഈ വയനാട്ടിലുള്ള PVTG ആയിട്ടുള്ള പെർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനേക്കാളും അവർ ഗുണം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരത്തിൽ അലോക്കേഷൻ നടത്താൻ കഴിയും. അതൊരിക്കലും മെറിറ്റിൻ്റെ ഒരു സംഹാരമല്ല. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. അലോക്കേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഇതിൻ്റെ ആനുപാതികത്തിലായിരിക്കത്തില്ല. അത് ഗൈഡ് ലൈൻസ് നൽകുകയാണ്, പ്രോജക്റ്റുകൾ നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ഇന്ന ഗ്രാമത്തിൽ കൂടുതൽ ആളുകൾ, ഇന്ന വിഭാഗത്തിലെ ആളുകൾ തിങ്ങി വസിക്കുന്ന ഈ പ്രദേശത്ത് തൊഴിലുറപ്പ് നടക്കുന്നില്ല, അവിടെ കൂടുതൽ അലൊക്കേഷൻ വേണമെന്നുള്ള ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നടത്തുക എന്നുള്ള തീരുമാനം മാത്രമായിരിക്കും എടുക്കുന്നത്. അല്ലാതെ ഇന്ന വിഭാഗവും ഉപവിഭാഗത്തിനും കണക്ക് കൂട്ടണം കുറയ്ക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തില്ല. ഒരു തരത്തിലുള്ള മെറിറ്റിനെയോ മെറിറ്റോക്രസിയോ ഇത് അട്ടിമറിക്കത്തില്ല. ഇപ്പോൾ EWS വന്നു, ഇവിടെ EWSനെ കുറിച്ച് ചർച്ചകൾ നടന്നു. അതിപ്പോൾ EWSൻ്റെ ഭാഗമായ പല ആളുകൾക്കും, ഉന്നത ജാതിയിലുള്ള സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മെറിറ്റോക്രസിയൊക്കെ ഇല്ലുന്നില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് പ്രധാനമായി പറയുവാനുള്ളത് കേരളത്തിലെ കാര്യമാണ്. നമ്മൾ ഏത് പദ്ധതിയും എടുക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സോഷ്യലി ഇക്കണോമിക്കലി മുന്നോട്ടായതുകൊണ്ട് ഇവിടുത്തെ ജാതി സെൻസസിൻ്റെ ഫ്ലേവർ ഇന്ത്യയിലെ ജാതി സെൻസസ് ഫ്ലേവറിന് വ്യത്യാസമാണ്. ഞാൻ തുറന്നു പറയുകയാണ്. അതിന് വലിയൊരു പങ്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ജാതി സംഘടനകൾ, അത് എല്ലാ വിഭാഗങ്ങളിലുള്ള ഹിന്ദു മതമാവട്ടെ, ക്രിസ്ത്യൻ മതമാവട്ടെ, ഇസ്ലാം ആവട്ടെ, ഇവിടുത്തെ ജാതി സംഘടനകൾ നടത്തിയിട്ടുള്ള ഒരു പ്രയത്നങ്ങളുണ്ട്. നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം, ഉദാഹരണത്തിന് ഇപ്പം SNDP ആകട്ടെ, മലങ്കര സഭയാകട്ടെ, അല്ലെങ്കിൽ മറ്റ് സംഘടനകളാവട്ടെ, അവരൊക്കെ നടത്തിയിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായി ഇവിടെയുള്ള പിന്നോക്കത്തിലുള്ള ആളുകൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഫ്ലേവർ വ്യത്യസ്തമായി. ഞാനതിൽ ആലോചിച്ചത് ഈ തൊഴിൽപരമായ വിദ്യാഭ്യാസപരമായ ഒക്കെ ഉള്ള പ്രാതിനിധ്യത്തെ കുറിച്ച് പറയാം. അധികാരത്തിലുള്ള പ്രാതിനിധ്യത്തിലേക്ക് വന്നാൽ കേരളത്തിലെ OBCകളുടെ ശരിയായ കണക്ക് പുറത്തു വരികയും അധികാരത്തിൽ എത്ര കണ്ട് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന ചോദ്യം ഉയരുകയും ചെയ്താൽ എന്താവും ശ്രീജിത്ത് സ്ഥിതി? പെട്ടുപോകും എന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ നമുക്കറിയാം, കാസ്റ്റ് സെൻസസ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ ഞാൻ മനസ്സിലാക്കുന്നത് കുർമി വിഭാഗത്തിലുള്ള ആളാണ്. അവിടെ 3% താഴെയാണ് കുർമി വിഭാഗത്തിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ആനുപാതികമായിട്ടാണ് വിഭവങ്ങൾ നൽകുന്നത് എങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള പ്രാതിനിധ്യം, ഭരണത്തിലുള്ള പ്രാതിനിധ്യം ഒക്കെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മോഡലിലേക്ക് പോയാൽ നിതീഷ് കുമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നല്ല, ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പോലും ആകില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവാകില്ല, പ്രിയങ്ക ഗാന്ധി ആവില്ല, സോണിയാഗാന്ധി ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനും പറ്റില്ല. ഇവരെല്ലാവരും തന്നെ
മറ്റു പല കാര്യങ്ങളും നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമെന്ന രീതിയിലത്തേക്ക് നെപ്പോട്ടിസം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ നിങ്ങൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ദീർഘകാലം നിങ്ങൾക്ക് ഏതൊരു രംഗത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം, ഈ മെറിറ്റ് എന്ന് പറഞ്ഞത് ശബരി ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. ഞാൻ പറഞ്ഞത് SC/ST വിഭാഗത്തിലുള്ള സോഷ്യൽ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ വസ്തുതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞിരിക്കുന്ന നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും മെറിറ്റിനെ പറ്റി സംസാരിച്ചത്. നേരെ മറിച്ച് കാസ്റ്റ് കൂടി നമ്മൾ എന്യൂമറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വിഭവങ്ങളെ ആനുപാതികമായി അങ്ങനെയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായമാണ്. അതിൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സിംഗിൾ കപ്പിൾ ഓഫ് ലൈൻസ് ആണ്, അത് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: I dislike any kind of reservation, more particularly in service. I react strongly against anything which leads to inefficiency and second-rate standards. അപ്പോൾ ഇത് പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്ന ജവഹർലാൽ നെഹ്റു കാസ്റ്റ് എന്യൂമറേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു വാദം സ്വീകരിച്ചു. നമുക്ക് 2008 പിന്നീട് വന്നിരിക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളോ ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസിനെ പറ്റിയൊക്കെ നമുക്ക് 2011 സെൻസസുമായി ബന്ധപ്പെട്ട് അറിയാം. പക്ഷേ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു വാദം ഒരുപക്ഷെ ഇത് ഭരണഘടനാ വിരുദ്ധമായി പോകും എന്നുള്ളതാണ് എങ്കിൽ, രണ്ടാമതുള്ള ഒരു കാര്യം, ഇതൊരു മജോറിറ്റേറിയനിസത്തിനുള്ള ഒരു അഡ്വക്കസി കൂടിയാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു OBC എന്ന് പറയുന്നതിൽ ഒരു ആർബിട്രറി ആയിട്ട് 100 കാസ്റ്റ് ഉണ്ടെന്ന് കരുതുക. ഈ 100 കാസ്റ്റിൻ്റെയും പോപ്പുലേഷനിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതിൽ നിങ്ങൾ ഈ OBCക്കുള്ള റിസർവേഷൻ ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിലെ നേരത്തെ ശ്രീ നികേഷ് കുമാർ പറഞ്ഞതുപോലെ എക്സ്ട്രീം ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എവിടെയാണ് നിഷ റെപ്രസെൻറ്റേഷൻ കിട്ടുക? ഭരണത്തിലുണ്ടാകില്ല, ജോലിയിലുണ്ടാകില്ല, വിദ്യാഭ്യാസത്തിലുണ്ടാകില്ല. കാരണം അതിലുള്ള മെജോറിറ്റി കമ്മ്യൂണിറ്റി ഏതാണോ അവർക്ക് ആനുപാതികമായിട്ടുള്ള വിഭവങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഒരു മെജോറിറ്റേറിയനിസമാണ് കാസ്റ്റ് സെൻസസ് വെച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത് വരിക. ഇതിൽ വലിയൊരു വിരോധാഭാസമുണ്ട്. അതായത് സംഘപരിവാർ ഇന്ത്യയെ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാക്കാനും ഹിന്ദു രാഷ്ട്രം എന്ന പ്രഖ്യാപനം നടത്താനുമായിട്ട് പോകുന്നു എന്നുള്ള വലിയൊരു ആരോപണം നിലനിൽക്കുന്ന സമയമാണിത്. ഇതെന്താണ്, മെജോറിറ്റേറിയനിസം അല്ലേ? ഇവിടെയുള്ള 80% ആൾക്കാർ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഹിന്ദുക്കളാണ് ഈ നാടിൻ്റെ നാഥന്മാർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാദം ആരെങ്കിലും മുന്നോട്ട് വെച്ച് ഇതൊരു ഹിന്ദു രാഷ്ട്രമാകണമെന്നുള്ള ഒരു പ്രഖ്യാപനം മതാടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് എങ്കിൽ അതിന് തത്തുല്യമായി നിങ്ങൾ കാസ്റ്റിൽ ഈ ഒരു മെജോറിറ്റേറിയനിസം കൊണ്ടുവന്നാൽ അത് എത്ര ആവൽക്കരമാണ്. രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്താ? ജിത്നി ആബാദി ഉത്ന ഹക്ക് എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ പോപ്പുലേഷൻ എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം അവകാശങ്ങൾ, ദ മോർ ദ മെറിയർ എന്ന് വെച്ചാൽ മെജോറിറ്റേറിയനിസമാണ്. ആ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ, കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ തന്നെയുള്ള ചില സ്കീമുകൾക്ക് വിരുദ്ധമാണ്. നമ്മുടെ രാജ്യം കുറേ കാലമായിട്ട് ശ്രമിക്കുന്നത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനാണ്. പോപ്പുലേഷൻ ആനുപാതികമായിട്ടാണ് നിങ്ങളുടെ വിഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വന്നാൽ, നമ്മളിപ്പോൾ ഈ സെൻട്രൽ ഡെവല്യൂഷൻ സ്കീമിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയില്ലേ, പോപ്പുലേഷൻ കൺട്രോൾ നന്നായി നടപ്പാക്കിയിരിക്കുന്ന കേരളം പിന്നിലേക്ക് പോകുന്നു. കാരണം നമ്മൾ സർക്കാരിൻ്റെ സ്കീമുകൾക്കെല്ലാം തന്നെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ പണം കിട്ടുമ്പോൾ പോപ്പുലേഷനെ ബന്ധപ്പെടുത്തിയാണ്. സംശയം കിട്ടുന്നതിനെ കുറിച്ചല്ലല്ലോ, കിട്ടാത്തതിനെ കുറിച്ച് കൂടുതൽ പറയുക എന്നുള്ളതായിരിക്കണം ജാതി സെൻസസിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അല്ല, ഇവിടുത്തെ പ്രശ്നം ആർക്ക് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് OBCയിൽ ഒരു 100 വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ആനുപാതികമായിട്ടാണ് നൽകുന്നത് എങ്കിൽ, ഇപ്പോൾ തന്നെ എന്തൊക്കെയാണ് നൽകുന്നത് എന്നതിനെ പറ്റി പറയുന്നില്ല. മെറിറ്റ് ഡ്രെയിനിലേക്ക് പോകില്ല എന്നേ പറയുന്നുള്ളൂ, പക്ഷേ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെയും ഏറ്റവും പ്രബലമായിട്ടുള്ള കാസ്റ്റുകൾക്കാണ് പ്രാതിനിധ്യം കിട്ടുന്നത് എങ്കിൽ, നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു EBC വിഭാഗം എവിടെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രശ്നം. അതെ, ശ്രീ നികേഷ് കുമാർ ഇപ്പം നേരത്തെ ചോദിച്ചു, ഭരണതലത്തിലുള്ള പ്രാതിനിധ്യത്തെ കുറിച്ച് വന്നാൽ കൂടുതൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വന്നത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ കേരളത്തിലെ മന്ത്രിസഭ മുതൽ CPM പോളിറ്റ് ബ്യൂറോ വരെ പ്രതിസന്ധിയിലാവില്ല. നമുക്കിവിടെ ശ്രീജിത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നിഷ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ, അവിടെ സെക്രട്ടറിമാരാണ് ഭരിക്കുന്നത്. ആ സെക്രട്ടറിമാരിൽ OBCയുടെ SC/ST അവിടെ നിൽക്കട്ടെ, OBCയുടെ പ്രാതിനിധ്യം എത്രയാണെന്ന് നിരവധി തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംവരണം ഈ പറയുന്ന രീതിയിൽ നടപ്പാക്കിയെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ സംവരണം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വിശകലനം രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഒരു സ്വയം വിമർശനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത് ഈ സെക്രട്ടറിമാരുടെ റോൾ സംബന്ധിച്ച്. പിന്നെ
ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് AICC അധ്യക്ഷൻ എന്ന് ശ്രീജിത്ത് പണിക്കർ ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. രാജയാണ് CPIയുടെ ജനറൽ സെക്രട്ടറി എന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ കാലാകാലം CPM പോളിറ്റ് പോളിറ്റ് ബ്യൂറോ നോക്കൂ, എല്ലാ കാലഘട്ടത്തിലും CPM പോളിറ്റ് ബ്യൂറോ ഇപ്പോഴുണ്ട്, പക്ഷെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ആ കാലഘട്ടത്തിൽ സംവരണം സംബന്ധിച്ചെടുത്തിട്ടുള്ള നിലപാടായില്ലല്ലോ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. എന്തിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തേക്ക് പോകണം? ഈ സംവരണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് OBCയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എപ്പോഴെങ്കിലും അവരുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? ആദ്യ ജനതാ സർക്കാരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത്. ആദ്യ പിന്നോക്ക കമ്മീഷനെ ചവിട്ടി ഞെരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത്. പിന്നീട് VP സിംഗ് ആണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തിട്ടുള്ളത്. രാജീവ് ഗാന്ധി അന്നത്തെ പ്രതിപക്ഷ നേതാവ് അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മണ്ഡൽ കമണ്ടൽ, നേരത്തെ നിഷ ചൂണ്ടിക്കാണിച്ച മണ്ഡൽ കമണ്ടൽ വന്നപ്പോൾ കോൺഗ്രസ് രണ്ടു ഭാഗത്തും ഇല്ലാതെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയത് ആ ഘട്ടത്തിലെ രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമാണെന്നേ. നോക്കൂ, 70-75 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസം വരുത്തിയാൽ എന്താ തെറ്റ്? ഇടതുപക്ഷം കുറേ കൂടുതൽ അഗ്രസീവായി ജാതി സെൻസസ് ആവശ്യമാണ്, അതിൽ സാമൂഹ്യ സാമ്പത്തിക വശങ്ങൾ കൂടി പരിശോധിക്കപ്പെടണം. അതിൻ്റെ അടിസ്ഥാനം ശ്രീത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, അതിന് ആ രീതിയിൽ വീതം വെക്കുന്നത്, ജിത്ന ആബാദി ഉത്ന ഹക്ക് എന്ന് പറയുന്ന ആ മുദ്രാവാക്യം തെറ്റാണെന്ന് പറയുന്നത്. നോക്കൂ, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം 75 വർഷം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും, നമ്മൾ ആകെ ഭരണകൂടങ്ങളെ ഒരു ഭരണകൂടമായി കണ്ട് ഇത്രയും കാലം ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഈ അടിസ്ഥാന വർഗം പിന്നിൽ തന്നെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ അവിടെ കാതലായ മാറ്റം വേണം. ഞാൻ അവിടെയാണ് ആവശ്യപ്പെടുന്നത്, ഭരണഘടനയിൽ തന്നെ മാറ്റം വേണം. ആ നിലയിൽ സെൻസസ് എന്ന് പറയുന്നത് വെറും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സെൻസസ് ആകരുത്. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ തീരുമാനമായി വരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിരഹിത ഇന്ത്യയാണ് ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്തത്. നോക്കൂ, ജാതിരഹിത ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇനിയും ശതാബ്ദങ്ങൾ വേണ്ടി വരും എന്നാണ് നമ്മളുടെ ഇന്നത്തെ അനുഭവം തെളിയിക്കുന്നത്. നേരത്തെ ഇവിടെ ശബരി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ വിശകലനം ചെയ്യുന്നത്. നമുക്ക് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതി സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. നിഷ, ഞാൻ സാധാരണ ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ച് സാധാരണ ഗ്രാമത്തിൽ ജീവിച്ച ആളാണ്. എനിക്കറിയാം ഒരു ദളിതൻ്റെ ജീവിതം എങ്ങനെയാണെന്ന്. അത് മാറ്റണമെങ്കിൽ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഭരണകൂടങ്ങൾ നടത്തിയേ തീരൂ എന്നുള്ളതാണ്. നമ്മൾ ആർക്കും ഒരു ഇളവും കൊടുക്കില്ലെന്നേ. നമ്മളൊരു അയൽവാസിയാണെങ്കിലും നമ്മളൊരു നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും നമ്മളൊരു ഇളവും കൊടുക്കില്ല. അവനെ ആ നിലയിൽ കൈപിടിച്ചുയർത്താൻ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന് ബാധ്യതയുണ്ട്. ശബരിനാഥൻ, ഈ ജനസംഖ്യ ആനുപാതികമായി എത്രയുണ്ടോ അത്ര കൂടുതൽ അവകാശങ്ങൾ എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പോലും സ്ഥിതി എന്താവും? അല്ല, അതിലേക്ക് ഞാൻ വരാൻ നിഷ. പക്ഷേ ആദ്യമേ തന്നെ കഴിഞ്ഞ ചിന്തൻ ശിബിറിലെടുത്ത തീരുമാനം 50% പാർട്ടിയുടെ, അത് വർക്കിംഗ് കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നമ്മുടെ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആവട്ടെ എല്ലായിടത്തും 50% റിസർവേഷൻ വേണമെന്നുള്ളത് പതുക്കെ നടപ്പിലാക്കുകയാണ്. AICC പ്രസിഡന്റ് അത്തരത്തിൽ ഒരു ഉദാഹരണം കൂടിയാണ്. ഞാൻ ശ്രീ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഫോണുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും. നരേന്ദ്രമോദി കഴിഞ്ഞ പാർലമെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ നെഹ്റുവിൻ്റെ ഒരു കത്തിലെ ഒരു ലൈൻ ഉദ്ധരിച്ച കാര്യമാണ് കൺവീനിയൻ്റ്ലി ശ്രീത്ത് പറഞ്ഞത്. ആ ശ്രീത്ത് പറഞ്ഞ ലൈൻ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഏത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു, എന്താ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത്. നെഹ്റു ആ സമയത്ത് പ്രധാനമന്ത്രിയായപ്പോൾ ഹി വാസ് വെരി റെസ്റ്റ്ലെസ്. പുള്ളി ഒരു ലിബർട്ടേറിയൻ വിക്ടോറിയൻ ആശയങ്ങളിൽ വന്നൊരാൾ. ഈ തരത്തിലുള്ള ഈ ജാതി എന്ന പേരിൽ ഈ ആളുകളെ വിഘടിപ്പിക്കുന്നതിൽ എതിർപ്പുള്ള ആളെന്ന രീതിയിലാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പിന്നോക്ക സമുദായങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള സഹായങ്ങൾ, അതിനുള്ള അടിസ്ഥാനങ്ങൾ എന്തിന് ഏകദേശം 2395 ജാതി ഉപജാതികളെ ലിസ്റ്റ് ചെയ്യുന്ന കാലാക്കേൽക്കർ കമ്മിറ്റി നടപ്പിലാക്കിയത് നെഹ്റുവിൻ്റെ സമയത്താണ്. അതേപോലെ തന്നെ ഫസ്റ്റ് അമെൻമെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്, കൂടുതൽ ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒക്കെ ആ സമയത്താണ്. പക്ഷേ ബാക്ക്വേർഡ് ക്ലാസ് എന്നൊരു പേര് പറഞ്ഞതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നതിന് എതിരായിരുന്നു. പിന്നെ ശ്രീ നികേഷ് പറഞ്ഞതുപോലെ തന്നെ നെഹ്റുവിൻ്റെ സമയത്ത് 14 വർഷം ചെറുപ്പമുണ്ടായിരുന്ന ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ന് 78 വയസ്സ് പ്രായമുള്ള ഒരു രാജ്യമാകുമ്പോൾ അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നതും ഈ പറഞ്ഞൊരു മെജോറിറ്റീസിൻ്റെ വാദത്തിലല്ല. എന്തുകൊണ്ട് ഒരു കണക്കെടുത്തുകൊണ്ട് ആ കണക്കിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൂടാ? കണക്ക് വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. ഇതിന് വിരുദ്ധമായി നരേന്ദ്രമോദിയും BJPയും കഴിഞ്ഞ ലോക്സഭയിൽ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് വളരെ ആശയപരമായി കാസ്റ്റ് സെൻസസ് പറഞ്ഞപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. കാരണം BJPയുടെ ബ്രാൻഡ് ഓഫ് പോളിറ്റിക്സ് വളരെ ക്ലിയറാണ്. എല്ലാവരും ഹിന്ദുക്കളാണ്, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ഹിന്ദുക്കളാണ്,
ഒരു മാലയിൽ കോർത്തിണക്കിയ പോലെ ഹിന്ദു മതം അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന ഏകശിലാ വിഗ്രഹമായി നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായി പലയിടത്തും പലരും ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ആശയത്തിനെതിരാണിത്. അതേപോലെ തന്നെ ഇത് ഹിന്ദു മതത്തിൽ മാത്രമുള്ള കാര്യമല്ല. ഞാൻ മനസ്സിലാക്കേണ്ടത് ബീഹാറിൽ കാസ്റ്റ് സെൻസസ് നടന്നപ്പോൾ മുസ്ലിം വിഭാഗങ്ങളിൽ ഏകദേശം 12 ഉപഭാഗങ്ങളുടെ എന്യൂമറേഷൻ നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇപ്പം ഞാനൊരു പൊളിറ്റീഷ്യനാണ്, നികേഷ് ആയാലും ഇപ്പോൾ പൊളിറ്റീഷ്യനാണ്, ശ്രീത്ത് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ആരാണ്, ഏത് വിഭാഗങ്ങളാണ്, ഏത് പ്രദേശത്തിലെ ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം കൺവേർട്ടഡ് ക്രിസ്ത്യൻസാണ്, ദളിത് ക്രൈസ്തവർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ദളിത് ക്രൈസ്തവരാണ്. അത് കേരളത്തിൻ്റെ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഫ്ലേവർ വേറെയാണ്. പിന്നെ പറയേണ്ടത് ഈ ജാതി മതത്തിലുള്ള റിസർവേഷൻ നടക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും കുറവില്ല. അത് ശ്രീത്തും അംഗീകരിക്കുന്നു. ആ കോളത്തിൽ ഒരുപക്ഷെ ജാതി എന്നൊരു ആശയം നൽകാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പലരും പറയുന്നത് ഇന്ത്യക്ക് പിന്നെയും 100 വർഷം പിന്നോട്ട് കൊണ്ടുപോകാനെന്ന്. നമുക്ക് നോ റിലിജ്യൻ എന്നുള്ള ഒരു വകുപ്പ് പോലെ നോ കാസ്റ്റ് എന്നൊരു വകുപ്പ് ആളുകൾക്ക് വെക്കാനുള്ളൊരു സംവിധാനം കൂടെ കൊടുക്കാം. എന്നാലും ഒരു കണക്ക് കിട്ടിയാൽ മാത്രമേ, ഞാൻ പറഞ്ഞു വരുന്നത് റിസർവേഷൻ അനുകൂലിക്കുന്ന ആളുകൾക്കും റിസർവേഷനെ എതിർക്കുന്ന ആളുകൾക്കും അവരുടെ രണ്ടുപേരുടെയും വാദങ്ങൾ ശരിവെക്കാനോ തെറ്റുവെക്കാനോ ഈ നീഡ് ടു ഹാവ് ഡേറ്റ. ആ ഡേറ്റ കളക്ഷനാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പാണ്. ആത്യന്തികമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, പ്രദേശങ്ങളിൽ, ഉപപ്രദേശങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നമ്മൾ പറയുന്ന എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുവാനും അത് ആവശ്യം തന്നെയാണ്. ഇത് കോൺഗ്രസ് പറയുന്നത് ഇപ്പോൾ എല്ലാ പാർട്ടികളും എടുക്കുകയാണ്. ഇടതുപക്ഷം അതിനോട് സമരസപ്പെട്ടു. പല പാർട്ടികളും പല സംഘടനകളും പറയുന്നു. എന്നിട്ട് പുതിയതായി പാർട്ടി ലോഞ്ച് ചെയ്ത വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാസ്റ്റ് സെൻസസ് ആണ്. അതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഈ പറഞ്ഞ അത് കർണാടകത്തിലൂടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. കർണാടകത്തിൽ കാണാം, തെലങ്കാനത്തിൽ കാണാം, പിന്നെ വരുന്ന സമയത്ത് ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. പക്ഷേ ഇറ്റ്സ് എൻ ഇഷ്യൂ. ഈ ഹൂ വിൽ ടൈം ദ എന്നുള്ള വിഷയം, ഇത് ആര് കഴുത്തിൽ കുത്തിരി പിടിച്ചിട്ട് ആര് ഈ തീരുമാനം എടുക്കും എന്നുള്ളത് എടുക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള JDU നടപ്പാക്കി ധൈര്യമായിട്ട് അവരത് ചെയ്തു. ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് പറ്റില്ല. ഇവിടെ പറഞ്ഞത് ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞത് അത് കേന്ദ്രം ചെയ്യേണ്ടതാണെന്നാണ്. പക്ഷേ നിതീഷ് കുമാർ അങ്ങനെയല്ല പറഞ്ഞത്. അവരത് ചെയ്തു, സംസ്ഥാനം ചെയ്തു, കോടതിയിൽ അവരത് ഫൈറ്റ് ചെയ്തു. അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സർക്കാരുകളുടെ നയരൂപീകരണം അത് ആളുകൾക്ക് ശരിയായ തരത്തിലുള്ള അവകാശ അധികാരങ്ങൾ കിട്ടണമെങ്കിൽ, നയങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാകണമെങ്കിൽ കണക്ക് വേണ്ടേ എന്നുള്ളതാണ്. അത് പ്രസക്തമായ ചോദ്യമല്ലേ? അല്ല, കണക്ക് വേണമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായിട്ടുള്ള ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് ഒരു വാസ്തവമാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതാണ് പണ്ട് മുതൽ തന്നെ നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അതിൽ വലിയൊരു അപകടമുണ്ട്. ആ അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഡെവലപ്മെൻറ്റും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിക്കുള്ളതല്ല. നമ്മൾ പുതുതായിട്ട് എന്ത് തുടങ്ങുന്നോ അത് ജനത്തിന് മൊത്തത്തിലാണ്. ഇപ്പോൾ പ്രാദേശികമായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു പുതുതായിട്ടൊരു എയിംസ് തുടങ്ങുന്നു, പുതുതായിട്ടൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു. കൂടുതലായിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്കോ അടുത്തുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്കോ അതിനെ ആശ്രയിക്കാം, അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. അതേപോലെ അവിടെ ജാതിക്കൊന്നും പ്രാധാന്യമില്ല. അപ്പോൾ പ്രോഗ്രസീവായിട്ട് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്താലും അതിൽ ജാതി ഒരു പ്രശ്നമേ അല്ല. പിന്നെ ബാക്ക്വേർഡ്നെസ് മെഷർ ചെയ്യുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ബാക്ക്വേർഡ്നെസ് മെഷർ ചെയ്യുന്നതിന് പണ്ട് കാക്കാ സാഹിബ് കലേൽക്കർ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ പോലും കൃത്യമായിട്ട് എന്താണ് ബാക്ക്വേർഡ്നെസ്, എന്താണ് അതിൻ്റെ മാനദണ്ഡമെന്ന് ഒരു കണ്ടെത്തലിലേക്ക് വരുന്നതിന് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു നിരീക്ഷണം വളരെ സത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഈ സർവീസ് എന്ന് പറയുന്ന കാര്യം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സെർവൻസിനല്ല. അപ്പോൾ ഇവരെല്ലാം ഈ ഗവൺമെൻറ് സെർവൻസ് ആണ്, ജോലിയിലേക്ക് റിസർവേഷനുമായിട്ട് വരുന്നു. അങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം സമൂഹത്തിനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവകരാണ്. സേവനം എന്ന് പറയുന്നത് ഒരിക്കലും ഈ സേവകർക്കുള്ളതല്ല, അത് സമൂഹത്തിനുള്ളതാണ്. അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിക്കുമ്പോൾ പോലും ഈ പറഞ്ഞിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ റെലവൻ്റ് ആയിരുന്നു. ഇന്നത്തെ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഇതിനെ ഒരു ഡിവിസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് ഏതെങ്കിലും ഒരു മെറിറ്റിൻ്റെ പേരിൽ, ഏതെങ്കിലും ഒരു പുതിയ ബാക്ക്വേർഡ്നെസ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ പേരിലല്ല. ഇപ്പോൾ നമ്മുടെ പഴയ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രസംഗം ഈ അടുത്തിടെ കൂടി ചർച്ചയായ ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളിലുള്ള ഫസ്റ്റ് ക്ലെയിം ഓൺ ദ റിസോഴ്സസ് മൈനോറിറ്റീസിനായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന.
അപ്പോൾ അത് വീണ്ടും വിവാദമാകുന്നു. ആ വിവാദമാകുന്ന സമയത്ത് അത് ചർച്ചയാകുന്നു ഒക്കെ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസംഗം അവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത് അതിന് കോൺട്രഡിക്റ്ററി അല്ലേ ഇത്? രാജ്യത്തെ വിഭവങ്ങൾക്കുള്ള ആദ്യാവകാശം മൈനോറിറ്റീസിനാണ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി വിഭാഗത്തിൽ കൂടി ഉൾപ്പെടുന്ന ആൾക്കാരുടെ കാസ്റ്റ് എന്യൂമറേറ്റ് ചെയ്ത് അതിലുള്ള മെജോറിറ്റി വിഭാഗത്തിന് ആനുപാതികമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് എവിടെയാണ് വില? മൻമോഹൻ സിംഗിന്റെ എതിർചേരിക്ക് അഭിപ്രായമില്ല, ബി ജെ പിക്ക് അഭിപ്രായമില്ല. ബി ജെ പിക്ക് അഭിപ്രായമില്ലാത്തതും ഈ കണക്കുകൾ വെളിയിൽ വന്നാൽ ഇപ്പോഴത്തെ മൈനോറിറ്റിക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ള ആശങ്കയല്ലേ? അല്ല, നോക്കൂ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഏതെങ്കിലും ഒരു കാലത്ത് കാസ്റ്റ് സെൻസസിലേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനമെടുത്താലും ഞാൻ അതിശയിക്കില്ല. കാരണം പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയുന്ന പോലെ കാസ്റ്റ് സെൻസസിൽ ബി ജെ പിക്ക് ഇപ്പോൾ പ്രചരണത്തിൽ കൈപൊള്ളിയിട്ടുണ്ട്. ആത്യന്തികമായിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉദ്ദേശമെന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ജനവിഭാഗം കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് വന്നാൽ ഒരുപക്ഷെ ബി ജെ പി നാളെ പ്ലേറ്റ് മാറ്റാം. അങ്ങനെയാണെങ്കിൽ അവരും കാസ്റ്റ് സെൻസസിലേക്ക് പോകാം. നരേന്ദ്രമോദി പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ അടവാണ് ഈ ജാതി സെൻസസ് എന്നുള്ളത്. നിഷ, അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യത്തിലേക്ക്, ഈ വിഭവങ്ങളുടെ വിതരണം ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാകരുത്, ജാതിയുടെ അടിസ്ഥാനത്തിലോ. നോക്കൂ, നമ്മൾ 3.4% ഡിവിസിബിൾ പൂളിൽ പങ്കുപറ്റിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. നമ്മളിപ്പോൾ വെറും 1.5 ദശകം പിന്നിടുമ്പോൾ അത് 1.3 എത്തിയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ സമൂഹം വികസിച്ചു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേറൊരു സമൂഹം വികസിക്കാതിരുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമാനമായ വിധത്തിൽ നേരത്തെ ശബരി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പഠനം വേണം. നിങ്ങളുടെ കയ്യിൽ കൊട്ടക്കണക്ക് പാടില്ല, നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്ക് വേണം. ഏത് സമൂഹത്തിലാണ് ഈ വിഭവങ്ങൾ ചെല്ലുന്നത്, ആ വിഭവങ്ങൾ ചെന്നിട്ടും ആ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ടോ, ആ തരത്തിലുള്ള പഠനമാണ് ആവശ്യപ്പെടുന്നത്. വിഭവങ്ങൾ ചെന്നിട്ടുണ്ടോ? ചെന്നിട്ടുണ്ടോ? വിഭവങ്ങൾ ചെന്നിട്ടുണ്ടോ? അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അല്ല, അത് മാറി മാറി ഭരിച്ചിട്ടുള്ള ഭരണകൂടങ്ങൾ തന്നെയാണ്. വിഭവങ്ങൾ ചെന്നിട്ടുണ്ടോ? രാജീവ് ഗാന്ധിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, 1 രൂപ ആളുകളിലേക്ക് എത്തുമ്പോൾ അതിൽ എത്രയാണ് അവന് കിട്ടുന്നത്? അതെ. അപ്പോൾ അക്കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് സർക്കാരുകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നോക്ക്, ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ, സംഘപരിവാറിനെ, സർസംഘചാലകനെ ഒക്കെ വിഷയമാക്കി വരുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ ആർക്കിടെക്റ്റായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ഈ ജാതി സെൻസസ് എന്ന ആവശ്യവുമായി പെട്ടെന്ന് വരുന്നത്? രണ്ട് വിഭാഗത്തിൻ്റെ നമ്മൾ രാഷ്ട്രീയമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഹിന്ദുത്വ എന്ന് ജാതി സ്വത്വം എന്ന് പറയുന്ന പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് മണ്ഡൽ രാഷ്ട്രീയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയ മുന്നേറ്റം യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ ഐഡിയോളജി കൊണ്ട് യഥാർത്ഥത്തിൽ മൂടിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പഴയ തെറ്റുകൾ, ഈ മണ്ഡൽ കമണ്ഡൽ എന്ന് പറയുന്ന വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ആകാതെ പോയതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ശുദ്ധീകരണമായിരിക്കാം നടത്തുന്നുണ്ടാവുക. രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയത്തിൽ കൂടെ എങ്ങനെ നമുക്ക് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ഗുണകരമല്ല, ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യമെന്നാണ് നരേന്ദ്രമോദി. അല്ല, ഭിന്നിപ്പിക്കൽ എന്നുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ ഐഡിയോളജിയിൽ നിന്ന് ആളുകൾ മാറി ചിന്തിച്ച് സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നുള്ള ഭിന്നിപ്പാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്. നോക്കൂ, സർസംഘചാലക് മോഹൻ ഭാഗവത് പറയാണ്, 3000 വർഷമായി നമ്മൾ ഈ ജനവിഭാഗത്തെ അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോയി. ഇത് ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളല്ലേ? എന്താണ് RSS ചെയ്തത്? എന്താണ് സംഘപരിവാർ ഈ ഹിന്ദു വിഭാഗങ്ങളിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അത് പറയാൻ RSSൻ്റെ 100 വർഷമായി ഈ രാജ്യത്ത് നിൽക്കുന്നു. 100 വർഷമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഹിന്ദു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്, അതിലെ സാംസ്കാരിക സംഘടനയാണ് എന്ന് പറയുന്ന RSS അവർക്ക് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? ശ്രീജിത്ത് മറുപടി പറയുന്നുണ്ടോ അതിന്? അല്ല, ഇത് നോക്കൂ, ഇത് വളരെ നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു പദപ്രയോഗം എന്നതിനപ്പുറത്തേക്ക് ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാവുന്നതല്ലേ? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറയുന്നു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പറയുന്നു. എവിടെ ആയിട്ടുണ്ട് സാർ? എങ്ങും ആയിട്ടില്ല, ഒരിടത്തുമായിട്ടില്ല. ഇപ്പം ഇന്നും ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗത്തിനെ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗത്തിനെ ചൂഷണം ചെയ്യുക, അവരിലേക്ക് ഈ ബെനിഫിറ്റ്സ് എത്താതിരിക്കുക എന്ന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കെല്ലാം അറിയാമല്ലോ, കേരളത്തിലെ മുഖ്യധാരയിലേക്ക് ഇന്നും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അട്ടപ്പാടി.
അട്ടപ്പാടിയിലുള്ള ആദിവാസി വിഭാഗത്തിന് വേണ്ടിയിട്ട് ഓരോ ബജറ്റിലും പ്രഖ്യാപനം വരുന്നുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നേ, ആ പൈസ അവിടെയുള്ള കുടുംബങ്ങൾക്ക് കൊണ്ടുവന്ന് വെറുതെ അങ്ങ് കൊടുക്കുക. നിങ്ങൾ അവിടെ 500 കോടി 400 കോടിയുടെ പാക്കേജ് വേണ്ട. നിങ്ങൾ ആ പണം വെറുതെ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറും. CPM-നെ കുറിച്ച് പറയുന്നു, ഒരു അട്ടപ്പാടിയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. 1000 അട്ടപ്പാടികൾ ഉത്തരേന്ത്യയിൽ BJP ഭരിച്ച സംസ്ഥാനങ്ങളിലുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞത് അതായത് പറഞ്ഞത് തിരിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ CPM-നെ അല്ല പറയുന്നത്. CPM ഭരിക്കുന്ന സ്ഥലത്താണെങ്കിലും ദളിത് പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരാണെങ്കിലും എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇപ്പം അദ്ദേഹം നേരത്തെ ചോദിച്ചില്ലേ, മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്നുള്ള ഒരാളാണ്, കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ട്. അതേപോലെ CPI-യിൽ A രാജയുണ്ട്. ഇതേപോലെ BJP-ക്ക് പറയാം പ്രധാനമന്ത്രി OBC ആണ്, എതിർക്കാൻ കഴിയും. അല്ല, ഞാൻ പറയാം പ്രസിഡന്റ് ദളിതാണ്, എതിർക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ദളിതരുടെ ഉന്നമനമായി എന്നോ OBC-യുടെ ഉന്നമനമായി എന്നോ കോൺഗ്രസ് ഇനി മുതൽ ആ വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നോ പറയുന്നതിൽ അർത്ഥമുണ്ടോ? നേരെ മറിച്ച് ഞാൻ പറയും, രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് ഉന്നമനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫോർഗെറ്റ് ഹിസ് കാസ്റ്റ്. രാഹുൽ ഗാന്ധി നേതാവാകട്ടെ കോൺഗ്രസിൻ്റെ, അതായത് ദളിതരുടെ കൂടി ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സാമൂഹ്യമായി വിവേചനം നേരിടുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരാളിനെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. മല്ലികാർജുന ഖാർഗെ അങ്ങനെ മാത്രം കുറച്ച് കാണേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം ഏറ്റവും ടോളസ്റ്റ് ലീഡറാണ്, ഏറ്റവും എത്രയോ കാലം MP ആയിരുന്ന സീനിയർ ആയിട്ടുള്ള ആളാണ്. എനിക്ക് ശ്രീത്ത് പറഞ്ഞ പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ അഗ്രി ചെയ്യുന്നു. ഒരാളുടെ ജാതി കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ ജാതി ഇതല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറയില്ല എന്നുള്ള ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അരുന്ധതി റോയ് പണ്ടൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് കാര്യം, ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഈ ആനുപാതികം എന്നുള്ളത്, ഇന്ത്യയിൽ 10 ലക്ഷം കോടി രൂപയുടെ കടങ്ങൾ റൈറ്റ് ഓഫ് ചെയ്തു. അതിൽ 50% ഏകദേശം 5 ലക്ഷം കോടിയാണ് എഴുതി തള്ളിയിരിക്കുന്നത് ഇവരുടെ അദാനി അംബാനി പോലത്തെ കമ്പനികൾക്കാണ്. അതിനപ്പോൾ നിങ്ങൾ എന്ത് മാനദണ്ഡമാണ് വെക്കുന്നത്? അപ്പോൾ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി കൊടുക്കാൻ, കോർപ്പറേറ്റുകൾക്ക് ലോൺ റൈറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മാനദണ്ഡവും ഈ പറയുന്ന, പക്ഷെ പാവപ്പെട്ട ആളുകളുടെ, കർഷകരുടെ, ദളിതരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കണക്ക് പറയുന്നു, മെജോറിറ്ററിസം പാടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അട്ടപ്പാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോദി സർക്കാർ കഴിഞ്ഞ 6 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെയാണ് SC/ST ഫണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുന്നത്. ആ ഫണ്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അട്ടപ്പാടി പോലെ തന്നെ ഈ പറഞ്ഞ ഉത്തരേന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും പൈസ കൊടുത്താൽ അന്നാട്ടിലെ ആളുകൾക്ക് രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. ഞാനിത് പറയുന്നത് റിയാലിറ്റി, ശ്രീ നികേഷ് കുമാർ പറഞ്ഞ കേരളത്തിലെ റിയാലിറ്റി ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ ഡൽഹിയിൽ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ കുക്ക് ചെയ്യാൻ വരുന്ന ചേച്ചി പോയി കഴിഞ്ഞാണ് അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ വീട് വൃത്തിയാക്കാൻ വരുന്ന ആൾ വരുന്നത്. ആ വീട് വൃത്തിയാക്കാൻ വരുന്ന ആൾ ആ വീട്ടിലെ വേസ്റ്റ് ഒരു കവറിനകത്താക്കി വീട്ടിനകത്ത് വെക്കുകയാണ്. അതകത്ത് നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ വേറൊരാളാണ് വരുന്നത്. നിർഭാഗ്യവശാൽ ഈ ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത് ഈ ആളുകളുടെ ഉപജാതിയുടെ കൊണ്ടാണ്. ഇതിന് മാറ്റം ഉണ്ടാകണ്ടേ? നമ്മൾ കേരളത്തിൽ ഇരുന്ന് കേരളത്തിൽ വളർന്ന നമ്മുടെ ഒരു ലെൻസിൽ ഒരിക്കലും ഈ വിഷയത്തിനെ നമ്മൾ കാണരുത്. അതുകൊണ്ട് കേരളത്തിൽ കാണരുത് എന്ന് പറയുമ്പോൾ ദുരഭിമാന കൊലയ്ക്ക് തീർച്ചയായിട്ടും കോടതിയിൽ കേസ് നടക്കുന്ന സംസ്ഥാനത്തിരുന്നാണ് പറയുന്നത്. അതെ, കേരളത്തിൽ തേങ്കുറിശ്ശിയിൽ കെവിന്റെ കൊലപാതകം. നമ്മൾ കേരളത്തെ പറ്റി അങ്ങനെ പറയുന്നതിനകത്ത് ചെറിയൊരു കാപട്യമില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ നമ്മൾ കാണുന്നതിനേക്കാളും വളരെ 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 മോശമാണ് കേരളം വിട്ടെന്നുള്ള പോയിന്റാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് പാർട്ടിക്ക്, നിങ്ങൾ എല്ലാവരും 2 സൈഡിൽ നിന്ന് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തതിനാണ് ടേക്കിംഗ് ഇൻ. ഈ കാസ്റ്റ് പൊളിറ്റിക്സ് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ശ്രീ നികേഷ് കുമാറും ശ്രീഹിത്തും പറഞ്ഞിട്ടാ തോന്നും ഇനിയാണ് കാസ്റ്റ് പൊളിറ്റിക്സ് നടക്കുന്നുള്ളത്. 91 ഈ മണ്ഡൽ കമണ്ഡൽ, അതിനുശേഷം ഇന്ദിരാ സോനി കേസ് പറഞ്ഞു, അതിന് പാരലായിട്ട് BJP-യുടെ രഥയാത്ര ഇതൊക്കെ വന്നു. ഈ 91 മുതൽ ഉണ്ടായിട്ടുള്ള ഈ ജാതിയുടെ പേരിലുള്ള മാറ്റങ്ങളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇവിടെ റീജിയണൽ പാർട്ടീസും ചെറുകിട പാർട്ടികളും വളർന്നിട്ടുള്ളതും ഇത്തരത്തിൽ പാർട്ടികൾ ഉള്ളതും ഇത് കാരണമാണ്. പക്ഷെ അത് ജനാധിപത്യത്തെ കൂടുതൽ സോളിഡിഫൈ ചെയ്യുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന വിഷയം കാസ്റ്റ് സെൻസസ് എന്നുള്ള ആശയം കോൺഗ്രസ് നടപ്പിലാക്കും. അത് ഈ പറഞ്ഞ കർണാടകവും തെലങ്കാനയും ഉള്ള വരും ദിവസങ്ങൾ നിങ്ങൾ കാണും. കേരളത്തിൽ അതിൽ കേരളത്തിന്റെ ഫ്ലേവർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് കൂടുതൽ പഠനം നടത്തുന്നതാണ്. നേരത്തെ അട്ടപ്പാടിയെ കുറിച്ച് പറഞ്ഞതിനുള്ള മറുപടി, അതിനുശേഷം നമുക്ക് ഓഡിയൻസിലേക്ക് നോക്കൂ. ശ്രീജിത്ത് നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ ഹിന്ദുരാഷ്ട്രവാദം കഴിഞ്ഞ 100 വർഷമായി ഉന്നയിക്കുന്ന RSS ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്.
അവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ജാതി സെൻസസിനെ RSSും BJPയും ഇപ്പോൾ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ള നിലപാട് വ്യക്തമാക്കാതെ ഇങ്ങനെ ഫസ്സിയാക്കിയിട്ടിരിക്കുന്നത് അക്കാര്യത്തിൽ നിലപാട് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിലപാട് പറഞ്ഞാൽ അവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിൽ വലിയ വിള്ളൽ വീഴുമെന്നുള്ളതുകൊണ്ട് അതല്ല എൻ്റെ വിഷയം. അതിന് മറുപടി എന്നോണം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ത്, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകുമ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആശയം പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എവിടെ എത്തിയെന്നാണ്. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, അതെ അതാ പറയുന്നത് സാമൂഹ്യ മുന്നേറ്റം പൂർത്തിയായതുകൊണ്ട് ബംഗാളിലും ത്രിപുരയിലും അത് കോൺഗ്രസ്സുകാർ ഭരിച്ച ഇടങ്ങളിലും ഒറ്റയ്ക്ക് ഭരിച്ച ഇടങ്ങളിലൊക്കെ തന്നെയും എന്താണ് അവസ്ഥ, BJPയും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഇടങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ തന്നെ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ കേരളത്തിന്റെ നമ്മുടെ ഒരു പ്രോ ലെഫ്റ്റ് സെന്റർ മൈൻഡ്, അത് കേരളത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയണ്ട, കോൺഗ്രസിന്റെ ഒരു കേരളത്തിന്റെ പുരോഗമന മനസ്സ്. ശ്രീജിത്ത് കൺസീഡ് ചെയ്തു കേരളത്തിൽ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇനി കേരളം വേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ. റഷ്യയിൽ എന്തായിരുന്നു അവസ്ഥ? മനുഷ്യൻ്റെ വിശപ്പ് മാറ്റിയ പ്രത്യയശാസ്ത്രം എന്ന് കമ്മ്യൂണിസത്തെ വിലയിരുത്താനുള്ള കാരണം റഷ്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ചൈന മോഡറേറ്റ്ലി ഡെവലപ്ഡ് കൺട്രി എന്നുള്ള നിലയിലേക്ക് ഉയർന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് അതിദരിദ്ര വിഭാഗം ദരിദ്ര രാജ്യമായിരുന്ന ചൈന ഇന്ന് മോഡറേറ്റ്ലി ഡെവലപ്ഡ് ആയിട്ട് ഒരു രാജ്യമായി ഉയർന്നു വന്നതിന്റെ ഒന്നാം ലോക രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർന്നു വന്നതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തകർന്നു കഴിഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസം പേരിലേ ഉള്ളൂ, ചൈനീസ് കോർപ്പറേറ്റ് നമുക്കിനി ഓഡിയൻസിന്റെ ചോദ്യങ്ങളിലേക്ക് കൂടി പോകാം പെട്ടെന്ന്. യെസ്, എനിക്ക് ചോദിക്കാനുള്ളത് ശബരിനാഥനോടാണ്. ജാതി സെൻസസ് നടത്തരുത് എന്ന് പറയാനായിട്ട് NSSന്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഈ കേരള സംസ്ഥാന സർക്കാർ ജോലികളിലും ദേവസ്വം ബോർഡിലും എല്ലാം ഉള്ളത് നായർ തൊട്ടുള്ള കമ്മ്യൂണിറ്റികളാണ്. ഈഴവ തൊട്ടുള്ളവർക്ക് അവിടുത്തെ അടിച്ചു വാരാൻ പോലും അവകാശമില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിനോട്, എന്തുകൊണ്ട് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണില്ല? ഭൂരിപക്ഷം ഉണ്ടല്ലോ, 100 സീറ്റിന് താഴെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നടപ്പിലാക്കണില്ല? ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചോദിച്ചുള്ള മറുപടി ഓരോ സംഘടനയ്ക്കും മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞു. ഓരോ സംഘടനയ്ക്കും അവരുടെ നിലപാട് പറയാനുള്ള കാരണങ്ങൾ നടക്കട്ടെ. കോൺഗ്രസിന്റെ നിലപാട് നാഷണൽ നിലപാടാണ് കാസ്റ്റ് സെൻസസിന്റെ. അത് കോൺഗ്രസ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിലേക്ക് വരും. ഈ രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ട്. ഈ പറഞ്ഞ കേരളത്തിലെ ഗവൺമെൻറ് ജോലികളിൽ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. പക്ഷേ അഡീഷണലായിട്ട് എനിക്ക് വെക്കാനുള്ള ഒരു മുദ്രാവാക്യം, ഇത് ഗവൺമെൻറ് ജോലികളിൽ കേരളത്തിൽ 5 ലക്ഷം പേർക്ക് ഗവൺമെൻറ് ജോലിയുള്ളത്. ഈ 3.5 കോടി ആളുകളുള്ള സംസ്ഥാനത്ത് 5 ലക്ഷം ഗവൺമെൻറ് ജോലി, 5 ലക്ഷം പെൻഷൻകാർ, ഇതിൽ 2-2.5 കോടി ആളുകളും ഇതിൻ്റെ വെളിയിലാണ്. ഇതിൻ്റെ വെളിയിലുള്ള ആളുകൾക്ക് അസംഘടിതമായിട്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഈ പറഞ്ഞ ടെമ്പററി ജോലി ആളുകൾ, ഈ പറഞ്ഞ ഗിഗ് ഇക്കോണമി അടക്കം ആളുകൾ, അവരുടെ കാര്യം മാറണ്ടേ? അപ്പോൾ സർക്കാർ ജോലിയിൽ ഉള്ള ആനുപാതികം കുറവാണെന്നുള്ളത് ഒരു ഡയറക്ഷനാണ്. പക്ഷെ ആത്യന്തികമായി ഇത് സർക്കാർ ജോലി എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഇതിരിക്കരുത്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സംഘടനയ്ക്കും അവരുടെ നിലപാടുണ്ട്. ആ പറഞ്ഞ നിലപാട് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. SNDPയുടെ നിലപാട് മാറിയ കാര്യം മിനിസ്റ്റർ നികേഷ് കുമാർ പറഞ്ഞു. ആത്യന്തികമായി എല്ലാ ആളുകളുടെയും ഒരു കണക്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ കൂടുതലാണെന്ന് അറിയുന്നതിന് കുഴപ്പമില്ല. ഷുഗർ കൂടിയിട്ട് അത് ശരിയാക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. പക്ഷേ കൂടിയോ എന്നുള്ളത് അറിയണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം. ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര വിഷയമാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിന് അതിൻ്റെതായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാം. കേരളത്തിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഞാനത് തുടക്കത്തിൽ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ എല്ലാ വിഭാഗങ്ങളുമായിട്ട് സർക്കാരിന് കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം നിർണായകമായ റോൾ വഹിക്കണം അക്കാര്യത്തിൽ. കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു ജാതി സെൻസസ് വേണമെന്ന്. അതേസമയം കോൺഗ്രസ് അക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ് ചെയ്യുന്നത്. ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യമാണോ മധ്യപ്രദേശ് പ്രചരണ ഘട്ടത്തിൽ ഹിമാചലിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്, കർണാടകത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ജാട്ട് വിഭാഗങ്ങളുടെ മാത്രം പാർട്ടിയായിട്ടുള്ള ഹരിയാനയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ കേരളത്തിലേക്ക് ഇവരുടെ ഒരു കാബിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കത്തുന്ന വിഷയമാണ് ഈ വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയം.
അതിനെക്കുറിച്ച് അൺഇൻഫോംഡ് ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഈ വിഷയത്തിലുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് അടക്കം ഇവ മുന്നിറങ്ങിയിട്ടുണ്ട്. ശ്രീജിത്തിന് എന്തോ ചോദിക്കാനുണ്ടോ? അല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രീ നികേഷ് ഇപ്പോൾ പറഞ്ഞു. ഞാൻ അദ്ദേഹം പറയുന്നതിന് മുമ്പേ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി. അല്ല നോക്കൂ, അല്ല, അത് ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞാണ് സർക്കാർ. നമ്മൾ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച് ചർച്ചയാണെങ്കിലും ഇനിയിപ്പോൾ വഖഫിന്റെ ഭൂമി സംബന്ധിച്ചുള്ള വിഷയമാണെങ്കിൽ അത് വ്യത്യസ്തമായ വിഷയമാണ്. ജാതി സെൻസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള ഈ പറയുന്ന റിസർച്ച് എന്ന ആ വിഷയത്തിൽ എല്ലാവരുമായും സമവായത്തിലൂടെ മാത്രമേ സാധിക്കൂ. സങ്കീർണമാവുന്നതിന് മുമ്പ് തണുപ്പിക്കുവാനുള്ള നടപടികൾ സർക്കാർ എടുക്കണം, സ്റ്റേറ്റ് എടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം കൂടി സഹകരിക്കണം എന്നാണ്. അല്ല, അതിന്റെ അല്ല, സ്റ്റെപ്പ് പ്രതിപക്ഷം വണ്ണെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്റ്റെപ്പ് 1 ഇപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗ് അടക്കം പ്രതിപക്ഷമല്ല, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സർവേയുടെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പ് 1 ഇപ്പൊ താങ്കൾ പറഞ്ഞു വിവിധ വിഭാഗങ്ങളുണ്ട്, കമ്മ്യൂണിറ്റികളുണ്ട്, ഇവരോട് സംസാരിക്കണം. സ്റ്റെപ്പ് 1 എന്താണ്? ഇന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കണം, ഒരു കത്തയക്കണം. ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഇല്ല എന്നേ അർത്ഥമുള്ളൂ. അല്ലല്ല, അങ്ങനെ ഉദ്ദേശശുദ്ധിയായിട്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്നുള്ള നിലയിലും ജാതി സെൻസസ് അനിവാര്യമാണ് എന്ന നിലപാടാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ജാതി സെൻസസ് നടത്തേണ്ടെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിൽ അതൊരു പ്രത്യേക സെഗ്മെന്റായി തിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ഡൽ കമ്മീഷന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ OBC വിഭാഗത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നരേന്ദ്രൻ കമ്മീഷൻ OBC എങ്ങനെയാണ് സർക്കാർ സർവീസിൽ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ പിൽക്കാലത്ത് NSSനൊക്കെ വേറിട്ടൊരു നിലപാടെടുക്കാനും അവർക്ക് അർഹതയുള്ളതിൽ കൂടുതൽ എന്ന നിലയിലേക്ക് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനും ഒക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആരോടും അഭിപ്രായം ചോദിക്കാതെ സർക്കാരിന് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലത്. 2013 സുപ്രീം കോടതി 27% OBC റിസർവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിൽ നിൽക്കുന്ന സമയത്ത് CPMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടാണ് പറഞ്ഞത്, കാസ്റ്റ് സെൻസസിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും പ്ലേറ്റ് മാറ്റി. ഈ കാലാനുസൃതമായി ഒരു സെക്കൻഡ്, പ്ലേറ്റ് മാറ്റിയെന്ന് ആരാ പറയുന്നത്? ശ്രീജിത്ത് പണിക്കരെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ പറഞ്ഞു പിന്നെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ് വിശപ്പ് മാറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ സാമൂഹ്യ മുന്നേറ്റം നടത്തി? ഞാൻ അതിന് മറുപടി പറഞ്ഞു. നോക്കൂ, ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ അല്ല, RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറയാണ് 3000 വർഷം മനുഷ്യനെ അടിമകളാക്കി വെച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഈ ജാതി സംവിധാനം എന്ന്. എന്താണ് RSS? ഈ ഹിന്ദു വിഭാഗത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയിൽ എന്താണ് RSS അതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കുന്നത്? അതിന് RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു ബദലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാകാത്തത് കൊണ്ടുകൂടിയാണ് അവരിപ്പോഴും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന മോഹൻ ഭാഗവതിന്റെ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പൂർണ്ണമായിട്ടുള്ള വികസനം നടത്തിയതിന് ശേഷം ഇനി അതിദരിദ്രരില്ല, ഇനി സാമ്പത്തികമായി മുന്നേറാനില്ല, ഇനി ബാക്ക്വേർഡ്നെസ് ഇല്ല എന്ന് തീരുമാനിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും ത്രിപുര രാഷ്ട്രീയത്തിൽ നിന്നും വട്ടപൂജ്യമായി പിന്മാറിയിരിക്കുന്ന CPMനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് ശ്രീജിത്ത് പണിക്കരോടാണ്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഭൂപരിഷ്കരണ നിയമം ഈ ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായിട്ടില്ല എന്ന്. ആരാ പറഞ്ഞത് അങ്ങനെ? ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ അക്ഷമ കാണിക്കരുത്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തന്നതിന് ശേഷം നിങ്ങൾ 3 പേരും പരസ്പരം വീണ്ടും ചർച്ച ചെയ്യാണ്. 3 ചോദ്യങ്ങളെ ഇപ്പം നടന്നിട്ടുള്ളൂ, അത് പോരാ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഭൂപരിഷ്കരണ നിയമം ബംഗാളിൽ നടന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതേപോലെ തന്നെ ചോദ്യത്തിന് ഉത്തരം മറുപടി. ഭൂപരിഷ്കരണ നിയമം ബംഗാളിൽ നടത്തിയിട്ടില്ല എന്ന് ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ എങ്ങനെയാണ് കേട്ടതെന്ന് എനിക്കറിയില്ല. അല്ലല്ല, പിന്നെ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നതാണോ ചോദ്യം? ഭൂപരിഷ്കരണം നടന്നു. അപ്പൊ ബംഗാളിൽ ഭൂപരിഷ്കരണം നടന്നു, കേരളത്തിൽ നടന്നു, ത്രിപുരയിലും നടന്നു. ശരിയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു വാദമില്ലല്ലോ. താങ്കളുടെ ചോദ്യം ചോദിക്കൂ. എനിക്കില്ലാത്ത വാദം എനിക്കുണ്ടെന്ന് പറഞ്ഞ് എന്റെ വായിൽ വാക്ക് തിരുകരുത്. താങ്കളുടെ ചോദ്യം ചോദിക്കും. അല്ലെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? തുടക്കത്തിൽ താങ്കൾ അങ്ങനെയാണ് പറഞ്ഞത്. ബംഗാളിൽ ഭൂപരിഷ്കരണം നടത്തിയിട്ടില്ല എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാർ പറയട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ 3 സംസ്ഥാനങ്ങളിലും ഭൂപരിഷ്കരണം നടന്നു. പറഞ്ഞോളൂ. വാസ്തവമാണ്.
ഇനി മറ്റൊന്ന് പറയാനുണ്ട്. ചോദ്യത്തിലേക്ക് പറച്ചിലല്ല, ചോദ്യം. ചോദ്യം തന്നെയാണ്. കാർഷിക മേഖല എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സംയുക്തമായുള്ള മേഖലയാണ്. ഇവിടെ ഒരു സംസ്ഥാനത്ത് നടന്നു, മറ്റൊരു സംസ്ഥാനത്ത് നടന്നില്ല എന്ന ചർച്ച നടക്കുന്നു. ഇവിടെ ഇന്ത്യ മുഴുവൻ ഇത്രയും കാലം കോൺഗ്രസും BJPയും ഭരിച്ചു, ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചു, ഇപ്പൊ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല, BJP ഇപ്പൊ തയ്യാറാവുന്നില്ല? അത് നടപ്പാക്കിയത് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിമർശനം ശരി ശ്രീജിത്ത് പെട്ടെന്ന് പറഞ്ഞു. അല്ല, നോക്കൂ, ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചർച്ചയിൽ ഉദ്ധരിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു എന്നുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി ഉണ്ടാകേണ്ടുന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നടത്തണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വേണ്ട എന്ന് ഇവിടെയല്ല ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് എവിടെ നിന്നാണ് കേട്ടതെന്ന് എനിക്കറിയില്ല. ശരി, അടുത്ത ചോദ്യത്തിൽ മൈക്ക്. ഹലോ, ശ്രീജിത്ത് പണിക്കറോടാണ്. സാറ് പറഞ്ഞു, അതായത് ദളിതനെ പ്രസിഡൻ്റാക്കിയ പാർട്ടിയാണ് BJP എന്നൊക്കെ പറഞ്ഞു. ആർട്ടിക്കിൾ 108 പ്രകാരം പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ്. നമ്മുടെ പാർലമെൻറ്റ് ഇനാഗുറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രസിഡൻറ്റിന്, ദളിത് പ്രാതിനിധ്യം ഉണ്ടായ പ്രസിഡൻറ്റിന് നമ്മൾ എവിടെ പോലും കണ്ടില്ല. പകരം സന്യാസിമാരാണ് ഇന്ത്യൻ്റെ പാർലമെൻറ്റ് ഇനാഗുറേറ്റ് ചെയ്തത്. അതിൽ സാറിൻ്റെ അഭിപ്രായം എന്താ? ശരി. അല്ല, നോക്കൂ, ഇതിൽ പാർലമെൻറ്റിൻ്റെ സമ്മേളനമാണ്, അല്ലാതെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിനല്ല പ്രസിഡന്റിനെ ക്ഷണിക്കണമെന്ന് ആർട്ടിക്കിൾ 108 പറയുന്നത്. പാർലമെൻറ്റിൻ്റെ ജോയിൻ്റ് സമ്മേളനമാണ്. സമ്മേളനവും ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവും രണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ വിസ്റ്റ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ക്ഷണമുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അത് കണ്ട് രാഷ്ട്രപതിയേക്കാൾ വലുതാണോ ശ്രീജിത്ത് പണിക്കർ എന്ന് ചോദിക്കുന്നതുകൊണ്ട് അർത്ഥം. ഒരു കാര്യം കൂടെ, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രസിഡന്റും 2 സഭകളും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. പാർലമെന്റിന്റെ നിർവചനം തന്നെ എങ്ങനെയാണ്? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതും പ്രാണപ്രതിഷ്ഠ നടത്തുന്നതും ഒരാളാകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ദുര്യോഗമെന്ന്. അല്ല, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാം. പറഞ്ഞോളൂ. അല്ല, നോക്കൂ, ഇതിൽ വലിയൊരു പ്രശ്നം അന്ന് അവിടെ നടന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് പറഞ്ഞു. അന്ന് അവിടെ നമ്മൾ ഈ പറയുന്ന പ്രതീകാത്മകമായിട്ടുള്ള മതചിഹ്നങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണ് സ്റ്റെം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഏത് മ്യൂസിയത്തിൽ ആർക്ക് ഏത് സമയത്ത് കിട്ടി, ആരാണത് സമ്മാനിച്ചത്, അതിനെ പ്രതീകാത്മകമായിട്ട് റീഎനാക്ട് ചെയ്യുകയാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സർവ്വമത പ്രാർത്ഥനയും ഇവിടെ നടന്നു. ഞാൻ വ്യക്തിപരമായി അതിൽ പ്രശ്നമൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, അവിടെ ഒറ്റ കാര്യമുള്ളൂ ശ്രീജിത്ത്. ഞാൻ ചോദിച്ച ഇന്ത്യൻ പാർലമെന്റിന്റെ നിർവചനം എന്താണ്? പ്രസിഡന്റും 2 സഭകളും ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. അതിലൊരു ഭാഗം അടർത്തി മാറ്റി നിർത്തിയിട്ട് ഉദ്ഘാടനമല്ല, പ്രാണപ്രതിഷ്ഠയല്ല, എന്ത് നടത്തിയാലും അതിലൊരു അനൗചിത്യമില്ലേ? പിന്നെ എന്ത് ദളിത് സംവരണത്തെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. ഇല്ല, അങ്ങനെയില്ല. നോക്കൂ, നമ്മൾ ആ പറയുന്ന വാദത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയാണ് എങ്കിൽ ഓടുപൊളിച്ച് അവിടെ വന്നിരിക്കുന്നയാളല്ല ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇതേപോലെ തന്നെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ നോമിനിയായി വരികയും അങ്ങനെയുള്ള ആൾക്കാർ ബാക്ക് ചെയ്തതിന് ശേഷവും അവിടെ കൊണ്ടുവന്നതാണ്. ഇതേ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഒരു ദളിത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇന്ത്യയിലുള്ള ദളിതരുടെ ഉന്നമനം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്ദേശവുമില്ല. ഇതൊക്കെ തന്നെ പ്രതീകാത്മകമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നതും സെഷൻ എന്ന് പറയുന്നതും രണ്ടാണ്. ആർട്ടിക്കിൾ 108 ഒന്നുകൂടി വായിക്കാനായിട്ട് ഞാൻ ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. ഒറ്റ ചോദ്യം, അവസാന ചോദ്യം. ചോദിച്ചോളൂ. മൈക്ക് വർക്കിംഗ് ആണ്, ചോദിച്ചോളൂ. അത് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ട് ഈ ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ ഭൂമിയുടെ ഡാറ്റ പരിശോധിക്കുമ്പോൾ, കിർത്താഡ്സിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ 2% താഴെയാണ് കേരളത്തിലെ. അപ്പോൾ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് ഈ അവസാന കാലത്ത് ശ്രീമതി KR ഗൗരിയമ്മയോട് പത്രക്കാർ ചോദിച്ച സമയത്ത് ഗൗരിയമ്മ പറഞ്ഞത്, പത്രക്കാർ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ട് കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ഭൂമി ലഭിക്കാതെ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഗൗരിയമ്മ കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി വാദിക്കാൻ ഇത്തരം സംവിധാനങ്ങളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം അതല്ല. കർണാടകത്തിൽ ഈ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് DK ശിവകുമാറിനെ പോലെയുള്ള ആളുകളാണ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് DK ശിവകുമാറിന് ഒരു ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമാകാത്തത്? ശബരിനാഥിനോടാണ് ചോദ്യം. ഇല്ല, അത് അങ്ങയുടെ അറിവ് തെറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ പറഞ്ഞ സമ്മേളനം മുതൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അവിടെയും ഈ നിയമസഭാ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് അത് ഞാൻ കാര്യങ്ങൾ നടക്കും. പിന്നെ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തിൻ്റെ പകുതി ഒരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ വരുന്ന ലേഖനങ്ങളും പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന പല ആളുകളും
മാധ്യമത്തിലെ സുനിലൊക്കെ പറയുന്ന പല ആണെങ്കിലും ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത്, പ്രത്യേകിച്ച് SC സമൂഹങ്ങൾക്ക് നമ്മുടെ ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു ട്രിക്കിൾ ഡൗൺ കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. വലിയ സമരങ്ങൾ, പണ്ട് കളക്ടറെ പാലക്കാട് ബന്ദിയാക്കിയ സമരം അടക്കം തന്നെ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്. അത് നിയമസഭയും ഞാനടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടുതൽ സീരിയസ് ആയി കാണണം എന്നുള്ളത് ഒരു ആത്മവിമർശനത്തോടെ ഞാനത് ഏറ്റുപറയും. എന്തായാലും നമ്മുടെ സമയം തീരുകയാണ്. നമ്മൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമുക്കറിയാം ജാതി ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പൊള്ളുന്ന യാഥാർത്ഥ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാതിയെ തൊടാൻ എത്ര കണ്ട ധൈര്യം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നുള്ളത് വരുന്ന ആളുകളിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഏറ്റവും പുതിയ സെൻസസിൽ മതത്തിന്റെ ഉപവിഭാഗം രേഖപ്പെടുത്താനുള്ള ഒരു കോളം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ജാതിയുടെ കണക്ക് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല, ജാതി അടിസ്ഥാനത്തിൽ എന്തെല്ലാം മുന്നേറ്റം പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ നോക്കിയാൽ ദളിത് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലവസരങ്ങളിലൊക്കെ ഇപ്പോഴും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയും സജീവമായി ഈ ചർച്ച നടത്തിയതിന് വളരെ നന്ദി ശ്രീ MV നികേഷ് കുമാർ, ശ്രീ ശബരിനാഥൻ, ശ്രീ ശ്രീജിത്ത് പണിക്കർ. താങ്ക് യു.